ഹലോ, അതെ. അളിയൻ പുറത്തു പോയിരിക്കുക. വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം. കമ്മീഷ് ഇപ്പൊ ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്താ മാവാ കാര്യം? അളിയൻ ഒന്നങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? വരൂ. ഹലോ, കമ്മീഷണർ അല്ലേ? ഞാൻ കൈമള. എന്താ സാർ വിശേഷം? അല്ല, റെയ്ഡോ? എന്താ സാർ ഇങ്ങനെ? നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ സാർ. എന്താ SP രാജശേഖരൻ ഒട്ടും ഈൽഡ് ചെയ്യാത്ത ആളാണെന്നാ കമ്മീഷണർ പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കിയെന്ന് പറഞ്ഞാൽ ഇത് ഭരതംപള്ളിയുടെ ആൾക്കാർ നമ്മളെ ഒറ്റുകൊടുത്താവാനേ വഴിയുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കഴിവേട് തന്നെയാ. ചൂടാകാതെ മോഹൻ, എല്ലാത്തിനും പോംവഴികളില്ലേ? അമ്മാവനത് പറയാം. കുടുങ്ങിയാലേ 6-7 വർഷം നല്ല സുഖമായ സെൻട്രൽ ജയിലിൽ കഴിയാം. അങ്ങനെ ഒന്ന് നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ. വാസവ, ഇതത്ര നിസ്സാരമായി തള്ളാനുള്ളതല്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണ്. ശ്യാംപ്രകാശിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അഡ്വക്കേറ്റ്മാരെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ. പിന്നെ വക്കീൽ വേണ്ടെടുത്ത് വൈദ്യരെ കൊണ്ട് കാര്യം നടക്കൂ. വാസവ, നീ പോയി ശ്യാംപ്രകാശിനെ കണ്ട് എല്ലാ വിവരങ്ങളും പറയണം. നമസ്കാരം. വരൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. ആകെ കുടുങ്ങിയിരിക്കുന്ന സമയമാ. ശ്യാംപ്രകാശ് ഇല്ലേ ഇവിടെ? ശ്യാം കോടതി പോയല്ലോ. It is not he who has committed the murder. It is the insanity, madness, the mental imbalance that has provocated him to do such a crime. How can he be held liable for this, sir? I am here only to request you to show some kindness on the accused. From the oral, documentary, primary, secondary and circumstantial evidences, it has been proved beyond doubt that the accused is insane. പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 84ന്റെ പരിഗണന നൽകി പ്രതിയെ വിട്ടയക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. That's all, Your Honor. സാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പൂർവ്വ വൈരാഗ്യത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ ആനുകൂല്യം നൽകി പ്രതി രവീന്ദ്രനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. സാർ, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ രഹസ്യമാണ്. എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലോ. എന്റെ ജൂനിയേഴ്സ് ആയി പോയില്ലേ, പറഞ്ഞുതരാം. ലക്ലി ദ അക്യൂസ് പാർട്ടി വാസ് യൂസിങ് എ മെഡിസിൻ ഫോർ ദ പാസ്റ്റ് 5 years. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിഭ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത്. ആരോടും പറയരുത് കേട്ടോ. താൻ കുറെ കാലമായോ ശ്യാംസാൻ ഡ്രൈവറായിട്ട്? സാർ, കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാൻ. സാർ, ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത്? 3-4 വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. ഇവിടെ വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ, ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ? പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ. തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ച ആ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോയത് കേട്ടോ. ഏത് സർ? മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സർ, ഒരു അബദ്ധം. എന്തോന്ന് അബദ്ധം? നാട് റോഡിൽ ഇടൊരു തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ
ആ വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരം. അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വായിച്ച ഞാൻ LLB പാസ്സായത്. അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ, മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായോണ്ട് പറയല്ല, നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ. ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്നറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. ആ, പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ. അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ്, മതി, വളരെ കൂടുതലായി. ഹേയ്, എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ്, വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. എന്തായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ്, തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്. അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടെ. അല്ല, ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി. നിങ്ങൾ ഓട്ടോ അത് പോയി. ശരി. അത് ശരിയല്ല. അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. അല്ല. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. മതിയോ? മതി. ഞാൻ ഓടിക്കുന്നില്ല. പറയുന്ന മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ട് കയറ്. കയറ്. അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. കാലി കാലി കാലി. അവിടെ ഇരിക്കും കേട്ടോ. മുതിർന്നവർ പറയുമ്പോ മനസ്സിലാക്കണം. അങ്ങനെ സൂയിക്കണം. ഇത് എന്തൊരു സങ്കടമാണ് ഭഗവാന്. പറഞ്ഞാലും അയ്യോ വൈപ്പർ വൈപ്പർ വഴി മഴ പെയ്താ പിന്നെ അപ്പയിടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്തോ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാനതല്ല പറഞ്ഞത്. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ, ഇങ്ങോട്ട് പോരെ. മതി. എങ്ങോട്ടാ വീട് ഇവിടെ ഇങ്ങോട്ടാ. വഴി പഠിപ്പിക്കില്ലേ? എനിക്കറിയാം. എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടെ.
അതെ ആ. അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഓടിച്ചു. ഞാൻ വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. കൊള്ളാം കൊള്ളാം ഏ? കൊള്ളാം കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ആ. ദൂരെ നിന്നൊരു വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. ആ ആ ആ പേടിപ്പിക്ക. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. വരൂല വരൂല. ആ വേണ്ട വേണ്ട. വായ കേട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ. ഇങ്ങോട്ട് നടക്ക്. തള്ളിക്കേറ്റ്. തള്ളണോ? അല്ല അല്ല അല്ല. അയ്യോ ഇതാ പോണം ഇതാ പോണം. ഏ മോനെ. വിടില്ല ഈ കണ്ട പൂച്ച അവിടെ അറിവും അവിടെ കേട്ടോ. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ.